അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശ്വാസികളെ, സൂറത്തുൽ വാഖിഅ 3 വിഭാഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും വളരെയേറെ നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ടതും വളരെയേറെ വേദനിപ്പിക്കുന്നതുമായ രംഗങ്ങൾ വിശദീകരിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ആയത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم. صدق الله. ആദ്യം ആയത്തുകളുടെ ആശയം മാത്രം നമുക്കൊന്ന് പരിചയപ്പെടാം. വഅസ്ഹാബു ഷിമാൽ, ഇടത് കൈയിൽ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നവർ. മാ അസ്ഹാബു ഷിമാൽ, ആ ഇടത് കൈയിൽ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നവരുടെ അവസ്ഥ എന്താണ്? ഫീ സമൂം, അവർ വലിയ ശക്തിയേറിയ തീക്കാറ്റിലാണ്. വഹമീമിൻ, വളരെ ശക്തിയേറിയ ചൂടുള്ള വെള്ളത്തിലുമാണ്. വളില്ലിൻ മിൻ യഹ്മൂം, കരിമ്പുക കൊണ്ടുള്ള വലിയ തണലുമാണവർ. ലാ ബാരിദിൻ വലാ കരീം, ഒരിക്കലും തണുപ്പേകാത്തതും സുഖമില്ലാത്തതുമായ തണലിലുമാണവർ. സഹോദരന്മാരെ, ഈ ആയത്തുകളുടെ വിശദീകരണം ചെറിയ രീതിയിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം പറഞ്ഞ അസ്ഹാബുൽ ഷിമാലിന്റെ അവസ്ഥയെക്കുറിച്ചാണ് പരിചയപ്പെടുത്തിയത്. അവർക്ക് ഒരാൾ ചൂടേറ്റ് പ്രയാസപ്പെടുന്ന സമയത്ത് 3 കാര്യങ്ങൾ അവൻ ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ ഈ നരകത്തിലെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഇത്തരത്തിൽ 3 ആശ്വാസത്തിൻ്റെ മാർഗങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ അവിടെ ഓർമ്മപ്പെടുത്തി. ആദ്യം തന്നെ ഒരാൾ ചൂട് കൊണ്ടിരിക്കുമ്പോൾ, നമുക്കറിയാം ചൂടുകാലത്ത് നല്ല തണുപ്പ് കിട്ടുന്ന കാറ്റ് നമുക്ക് വലിയ ആശ്വാസമാണ്. എയർ കണ്ടീഷൻ, അത് തണുത്ത കാറ്റ് നൽകുന്നു. അല്ലെങ്കിൽ സീലിംഗ് ഫാനുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഫാനുകളിൽ നിന്ന് നല്ല തണുപ്പുള്ള കാറ്റ് കിട്ടുന്നു, അത് വലിയ ആശ്വാസമാണ്. ആ കാറ്റ് നരകത്തിലുണ്ട്, പക്ഷേ തണുപ്പില്ല. ഫീ സമൂമിൻ, വലിയ വിഷലിപ്തമായ. സെമ്മ് എന്ന വാക്കിന് ഇമാം റാസി തങ്ങൾ 2 അർത്ഥം വരാൻ സാധ്യതയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആശയം ഇമാം റാസി തങ്ങൾ ഓർമ്മപ്പെടുത്തി, എന്ന് പറഞ്ഞാൽ വിഷമാണ്. അപ്പോൾ നരകത്തിലുള്ള കാറ്റ് വിഷലിപ്തമായ കാറ്റാണ്. കാറ്റടിച്ച് വീശുമ്പോഴേക്കും രോമക്കുത്തുകൾക്കുള്ളിലൂടെ ശരീരമാസകലം വിഷം അടിച്ചു കയറുന്നുണ്ട്. ആ വിഷത്തിന്റെ കാഠിന്യം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഇമാം റാസി തങ്ങൾ പറഞ്ഞു, സെമ്മ് എന്നതിന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഫി സമ്മിൽ ഖിയാത്ത് എന്നൊരു പ്രയോഗമുണ്ട്. അവിടെ അതിൻ്റെ അർത്ഥം സൂചി പഴുത് എന്നാണ്. സൂചി കൊണ്ട് കുത്തിയാൽ എത്ര കണ്ട് പഴുതുണ്ടാകും, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മഹാൻ പറഞ്ഞു, അത് ആ നരകത്തിലെ കാറ്റ് കൊണ്ട് കാറ്റ് ശരീരത്തിലേക്ക് അടിച്ചു വീശിയാൽ രോമക്കുത്തുകളിൽ കൂടെ അതിൻ്റെ പ്രയാസം അങ്ങനെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ 2 അർത്ഥവും മഹാന്മാരാകുന്ന ഇമാം റാസി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രയാസകരമായ വിഷലിപ്തമായ കാറ്റ് നരകത്തിലുണ്ട്. രണ്ടാമതായിട്ട് ചൂടിൽ നിന്ന് നമ്മൾ ആശ്വസിക്കാൻ വേണ്ടി, ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അവലംബിക്കാറുള്ള ഒന്നാണ് നല്ല തണുത്ത വെള്ളം. പക്ഷേ നരകവാസികൾക്ക് ലഭിക്കുന്ന വെള്ളത്തിൻ്റെ കണക്ക് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വഹമീം, വളരെയേറെ ചൂടിൻ്റെ അങ്ങേയറ്റത്തിലുള്ള വെള്ളം. നരകത്തിൻ്റെ ആളുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലങ്ങളും മറ്റുള്ള പ്രയാസകരമായ ദുർഗന്ധം വമിക്കുന്ന ആ വെള്ളമാണ് അവർക്കവിടെ ആശ്വാസത്തിൻ്റെ പേരിൽ ലഭിക്കപ്പെടുന്നത്. അതും ആശ്വാസകരമല്ല. മൂന്നാമതായിട്ട് വെയിൽ കൊണ്ട് അല്ലെങ്കിൽ ചൂടേറ്റുകൊണ്ട് പ്രയാസപ്പെടുന്നവന് ആശ്വാസം കിട്ടുന്ന 3ാമത്തെ മാർഗം എന്ന് പറയുന്നത് തണലുകളാണ്. നരകത്തിലും ആ തണലുകളുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നരകത്തിലുള്ള തണൽ എന്ന് പറയുന്നത് വളില്ലിൻ മിൻ യഹ്മൂം, കരിമ്പുകയിൽ നിന്നുള്ള തണലുകളാണ്. അതും ആശ്വസിക്കാൻ പറ്റിയ മാർഗമല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ വാരിദിൻ വലാ കരീം, ഒരിക്കലും തണുപ്പേകാത്ത, ഒരിക്കലും ആശ്വാസമേകാത്ത തണലാണ് ആ നരകത്തിലുള്ളത്. മഹാനരാകുന്ന വഹാക്ക് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അന്നാറു സൗദാ, നരകം വളരെ കറുത്തിരുണ്ടതാണ്. വഹലുഹാ സൂദ്, അതിലുള്ള ആളുകളും കറുത്തിരുണ്ടതാണ്. വകുല്ലു ഷൈഇൻ ഫീഹാ അസ്വദ്, ആ നരകത്തിലുള്ള സർവ്വതും കറുത്തിരുണ്ടതാണ്.
പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്കിത് ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് വേദനിപ്പിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതല്ല, വളരെ കഠോരമായ ശിക്ഷയാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ നരകവാസികൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ വന്നുപോകുന്ന അരുതായ്മകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നന്മയിലേക്ക് നമ്മൾ ജാഗ്രത കാണിച്ചു മുന്നേറുക. റബ്ബ് നമ്മെ ഈ ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പ്രിയപ്പെട്ട വീട്ടുകാർക്കും കുടുംബത്തിനും ഷെയർ ചെയ്ത് അവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ഖുർആനിൻ്റെ ഒരു അധ്യാപനം, ഒരു ആയത്ത് കേട്ടിട്ട് മാറ്റം വരികയാണെങ്കിൽ ഒരു പക്ഷേ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ ഉള്ളൊരു മാർഗം അതായാലോ എന്ന് ആശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്കുള്ളൊരു മോട്ടിവേറ്റും കൂടിയാകും. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.